നമുക്കിന്ന് ഒരു കൂട്ടം സംഖ്യകളുടെ തുക കണ്ടെത്തുന്നത് എങ്ങനെ എന്നത് നോക്കാം. 4 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം വായിച്ചാൽ ഒരുപോലെയുള്ള ചോദ്യങ്ങളായി തോന്നുമെങ്കിലും ഉത്തരം കണ്ടുപിടിക്കേണ്ടത് വ്യത്യസ്തമായ രീതിയിലാണ്. ആദ്യത്തെ ചോദ്യം 185 മുതൽ 215 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ സംഖ്യ 185 അവസാനത്തെ സംഖ്യ 215 ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം. 4 മുതൽ 8 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? ഇവിടെ ആദ്യത്തെ സംഖ്യ 4 അവസാനത്തെ സംഖ്യ 8. ആകെ എത്ര സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. 8-ൽ നിന്ന്, വലിയ സംഖ്യയായ 8-ൽ നിന്ന് ചെറിയ സംഖ്യയുടെ പുറകിലുള്ള 3 കൊണ്ടാണ് കുറയ്ക്കേണ്ടത്. ചെറിയ സംഖ്യ 4. അപ്പോൾ 3 കൊണ്ട് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ആകെ സംഖ്യകൾ 5 എന്ന് മനസ്സിലാക്കാം. എഴുതി നോക്കിയാലും 5 സംഖ്യകളാണ്. 5 സംഖ്യകളായതുകൊണ്ട് നമുക്ക് എഴുതി നോക്കാം. അതേസമയം ഒരുപാട് സംഖ്യകളുള്ള കൂട്ടത്തിൽ നിന്ന് നടുവിലുള്ള സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുതി നോക്കി കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നടുവിലുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്, ആകെ സംഖ്യകളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ നടുവിലൊരു സംഖ്യ ഉണ്ടാവും. ഇവിടെ ആകെ സംഖ്യകളുടെ എണ്ണം 5. അതുകൊണ്ട് തന്നെ നടുവിലായിട്ട് ഒരു സംഖ്യ ഉണ്ടാവും. ബാക്കി 2 ഭാഗത്തും, ഇടതുഭാഗത്തും വലതുഭാഗത്തും തുല്യ എണ്ണമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നടുവിലുള്ള സംഖ്യ കണ്ടെത്താൻ വേണ്ടി ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂട്ടുക. കൂട്ടിയ ശേഷം 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് നടുവിലുള്ള സംഖ്യയായ 6 കിട്ടുന്നത്. ഇവിടെ 4ഉം 8ഉം കൂട്ടുന്ന സമയത്ത് 12. 12നെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് നടുവിലുള്ള 6 ഉത്തരമായി കിട്ടുന്നത്. അടുത്തതായി ചെയ്യേണ്ടത്, നടുവിലുള്ള സംഖ്യയെ കണ്ടെത്തി കഴിഞ്ഞാൽ എണ്ണം കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. ഇവിടെ ആകെ എണ്ണം 5 4, 5, 6, 7, 8 5 സംഖ്യകളാണുള്ളത്. അപ്പം 5 കൊണ്ട് നടുവിലുള്ള സംഖ്യയെ ഗുണിക്കുകയാണ് വേണ്ടത്. അതിന് കാരണം, നമുക്ക് 6ൻ്റെ ഇടത് ഭാഗത്തുള്ള സംഖ്യയും വലതു ഭാഗത്തുള്ള സംഖ്യയും കൂട്ടിയാൽ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 12. 5ഉം 7ഉം കൂട്ടിയാൽ നമുക്ക് 12 കിട്ടുന്നത്. 12 എന്നാൽ 2 6. അപ്പോൾ ആ 2 സംഖ്യകൾക്കും തുല്യമായ 6 ആയി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ 4ഉം 8ഉം കൂട്ടുന്ന സമയത്തും നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 12. അവിടെയും 2 6കളുണ്ട്. അങ്ങനെ ഈ കൂട്ടം 5 6കളായിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ നടുവിലുള്ള 6നെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. എണ്ണം എന്നാൽ 5. 5 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് 30. അപ്പോൾ നമുക്ക് യഥാർത്ഥ ചോദ്യത്തിലേക്ക് വരാം. 185 മുതൽ 215 വരെയുള്ള സംഖ്യകളുടെ തുക. നമ്മൾ ആദ്യം തന്നെ എത്ര സംഖ്യകളുണ്ട് എന്ന കാര്യം തിരിച്ചറിയണം. 215-ൽ നിന്ന് 185-ൻ്റെ പുറകിലുള്ള 184 കൊണ്ട് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 31. അപ്പോൾ ആകെ സംഖ്യകൾ 31 ഉണ്ട് എന്നത് മനസ്സിലായി. അടുത്തതായി ചെയ്യേണ്ടത് നടുവിലുള്ള സംഖ്യയെ കണ്ടെത്തണം. നടുവിലുള്ള സംഖ്യയെ കണ്ടെത്താൻ 185 കൂട്ടണം 215. ആദ്യമുള്ള സംഖ്യയും അവസാനമുള്ള സംഖ്യയും കൂട്ടുന്ന സമയത്ത് നമുക്കൊരു സംഖ്യ കിട്ടും. അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ നടുവിലുള്ള സംഖ്യ കിട്ടും. 185 കൂട്ടണം 215, 400 ഉത്തരമായിട്ട് കിട്ടുക. അതിനെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നടുവിലുള്ള സംഖ്യയായ 200 നമുക്ക് കിട്ടുന്നത്. അടുത്തതായി 200നെ ആ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. 200നെ സംഖ്യകളുടെ എണ്ണമായ 31 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി 6200 കിട്ടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 221 മുതൽ 260 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? 260-ൽ നിന്ന് 221-ൻ്റെ പുറകിലുള്ള 220 കൊണ്ട് കുറയ്ക്കുന്ന സമയത്ത് ആകെ സംഖ്യകൾ 40 എന്ന കാര്യം തിരിച്ചറിയാൻ പറ്റി. പക്ഷേ 40 എന്നാൽ ഒരു ഒറ്റ സംഖ്യയല്ല, അതൊരു ഇരട്ട സംഖ്യയാണ്. ആകെ സംഖ്യകളുടെ എണ്ണം ഇരട്ടയാണ്. കഴിഞ്ഞ കണക്കിൽ നമ്മൾ പഠിച്ചത് ആകെ സംഖ്യകളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട രീതിയാണ്. ഇവിടെ ആകെ സംഖ്യകളുടെ എണ്ണം ഇരട്ടയാണ്. അത് കണ്ടുപിടിക്കേണ്ടത് മറ്റൊരു രീതിയിലാണ്. ഉദാഹരണത്തിന് 5 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എടുത്ത് നമുക്ക് കൂട്ടി നോക്കാം. 5 മുതൽ 10 വരെ എത്ര സംഖ്യകളുണ്ട് എന്നറിയാൻ 10-ൽ നിന്നും 5ൻ്റെ പുറകിലുള്ള 4 കൊണ്ട് കുറയ്ക്കുന്ന സമയത്ത് എനിക്ക്
6 സംഖ്യകളാണ് എന്ന് മനസ്സിലായി. 5, 6, 7, 8, 9, 10 അങ്ങനെ 6 സംഖ്യകളാണുള്ളത്. അടുത്തതായി ചെയ്യേണ്ടത് 5ഉം 10ഉം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ്. 5ഉം 10ഉം കൂട്ടുമ്പോൾ 15 കിട്ടുന്നത്. അതുപോലെ തന്നെ 6ഉം 9ഉം കൂട്ടിയാൽ എനിക്ക് ഉത്തരമായി കിട്ടുന്നത് 15 തന്നെയാണ്. 7ഉം 8ഉം കൂട്ടുമ്പോഴും ഉത്തരമായി കിട്ടുന്നത് 15 തന്നെയാണ്. അപ്പോൾ അവിടെ 6 സംഖ്യകൾ 3 കൂട്ടങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. 6ൻ്റെ പകുതിയായിട്ടുള്ള 3 കൂട്ടങ്ങളായിട്ട് ഈ സംഖ്യകൾ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂട്ടിയ ശേഷം എണ്ണത്തിൻ്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ ആദ്യത്തെ സംഖ്യ 5 അവസാനത്തെ സംഖ്യ 10 എണ്ണത്തിൻ്റെ പകുതി എന്നാൽ 3 അപ്പോൾ 15നെ 3 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 45 അതേ രീതിയിൽ നമുക്ക് ഈ കണക്ക് ചെയ്തു നോക്കാം. 221 മുതൽ 260 വരെ ആകെ സംഖ്യകൾ 40 ആദ്യം കണ്ടുപിടിച്ചതാണ്. ആദ്യത്തെ സംഖ്യ 221ഉം അവസാനത്തെ സംഖ്യ 260 അവ പരസ്പരം കൂട്ടുന്ന സമയത്ത് 481 നമുക്ക് ഉത്തരമായി കിട്ടുന്നത്. അതുപോലെ സംഖ്യയുടെ പകുതി, ആകെയുള്ള സംഖ്യകളുടെ പകുതി കൊണ്ടാണ് 481നെ ഗുണിക്കേണ്ടത്. ആകെ സംഖ്യകൾ 40 അതിൻ്റെ പകുതി 20 481നെ 20 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 9620. അടുത്ത ചോദ്യം നോക്കാം. ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? വളരെ വേഗത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. നമുക്ക് ആദ്യത്തെ 4 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒറ്റ സംഖ്യ 1, രണ്ടാമത്തെ ഒറ്റ സംഖ്യ 3, മൂന്നാമത്തെ ഒറ്റ സംഖ്യ 5, നാലാമത്തെ ഒറ്റ സംഖ്യ 7. അവ കൂട്ടുന്ന സമയത്ത്, ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 16. 16 എന്നാൽ 4 ഗുണനം 4 16. ഇവിടെ ആകെ ഒറ്റ സംഖ്യകളുടെ എണ്ണം 4. അപ്പോൾ 4നെ 4 കൊണ്ട്, എണ്ണത്തെ എണ്ണം കൊണ്ട് തന്നെ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉത്തരമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 5 ഒറ്റ സംഖ്യകളാണ്. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളാണെങ്കിൽ നമുക്ക് 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 കൂട്ടണം 9. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് 25. അപ്പോൾ 5 ഗുണനം 5 25. അത് ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് 5. ആ 5നെ എണ്ണത്തെ എണ്ണം കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് 25 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്നതാണ്. അപ്പോൾ 20നെ 20 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് 400. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുത്. അവസാനത്തെ ചോദ്യം, ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക 50 ഗുണനം 50 2500. അതിൻ്റെ കൂടെ എണ്ണം വീണ്ടും കൂട്ടിയാൽ മതി. 2500ൻ്റെ കൂടെ എണ്ണമായിട്ടുള്ള 50 വീണ്ടും കൂട്ടുന്ന സമയത്ത് 2550 നമുക്ക് ഉത്തരമായി കിട്ടുന്നത്. നമ്മളിവിടെ എണ്ണം വീണ്ടും കൂട്ടാനുള്ള കാരണം ആദ്യത്തെ ഒറ്റ സംഖ്യയേക്കാൾ 1 കൂടുതലായിരിക്കും ആദ്യത്തെ ഇരട്ട സംഖ്യയ്ക്ക്. ആദ്യത്തെ ഒറ്റ സംഖ്യ 1. ആദ്യത്തെ ഇരട്ട സംഖ്യ 1നേക്കാൾ 1 കൂടുതലുള്ള 2. അതുപോലെ രണ്ടാമത്തെ ഒറ്റ സംഖ്യ 3. 3നേക്കാൾ 1 കൂടുതലുള്ള 4 രണ്ടാമത്തെ ഇരട്ട സംഖ്യ. ആ തരത്തിലുള്ള 50 സംഖ്യകൾ, ഒറ്റ സംഖ്യയേക്കാൾ 1 കൂടുതലുള്ള 50 സംഖ്യകളുടെ തുകയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് എണ്ണത്തെ എണ്ണം കൊണ്ട് ഗുണിച്ച ശേഷം വീണ്ടും എണ്ണം കൂട്ടുന്നത്.